ആക്ഷൻ സ്റ്റാർ ആക്കണമെന്നുണ്ട്. പക്ഷെ വയലൻസ് ഓവറായിട്ടുള്ള നമ്മൾ പ്രതീക്ഷയല്ലോ ഒരു മാർക്കോ ടൈപ്പ്, ആ ടൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ആവറേജ് ലെവൽ തന്നെയാണുള്ളത്. ആക്ഷന് പ്രാധാന്യം നല്ല രീതിയുണ്ട്. ഞാനിന്റെ മാസം കാര്യങ്ങളെല്ലാം പക്കയായിട്ട് വന്നിട്ടുണ്ട്. കഥയൊക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്കൊരു പൂർണ്ണ സംതൃപ്തി ലഭിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കണ്ടുകൊണ്ട് റെട്രോ തന്നെ തൂക്കാൻ സാധ്യതയുണ്ട്. അടിപൊളി സാധനം, നല്ല ഹിറ്റ് സീരീസ് എല്ലാം അറിയാലോ. 1 and 2 3 എല്ലാം അടിപൊളി സാധനം. അതിൽ നല്ല ബ്രൂട്ടലായിട്ടുണ്ട്. നമ്മുടെ പറയ മാർക്കോ അതൊന്നും അല്ല, അടിപൊളിയാണ്. കൊള്ളാം, കുഴപ്പമില്ല, ഞെട്ടിച്ചൊന്നുമില്ല. ലാസ്റ്റത്തെ ഒരു ക്യാമിയോ കൊള്ളാം, അല്ലാതെ ബാക്കി ഫൈറ്റ് സീനൊക്കെ കൊള്ളാം, കുറെയൊക്കെ കൊള്ളാം. കഥ കുഴപ്പമില്ലാത്തൊരു ആക്ഷൻ സീക്വൻസ് ഒക്കെ എങ്ങനെ വന്നു? മാർക്കോ ലെവൽ മാർക്കോ ലെവലൊന്നും വന്നിട്ടില്ല. എവിടെയൊക്കെയോ ചെറുതായിട്ടൊന്ന് കാണിച്ചു പോകുന്നത്, മാർക്കോ ലെവലൊന്നും വന്നിട്ടില്ല. കിട്ടില്ല. സെക്കൻഡ് ഹാഫ് കിട്ടില്ല. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫ് അത് ക്ലൈമാക്സ് ഒരു അവസാനത്തെ 20 മിനിറ്റ് പൊളിയായിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്, നൈസാണ്. ഒരു സസ്പെൻസ് ഒന്നും, ക്യാമിയോ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്യാമിയോ ലാസ്റ്റ് വരും. അത് കൊള്ളാം. ഞാനിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ പടം. ഞാനി ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആയി. നമ്മുടെ ഈ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഫസ്റ്റ് സെക്കൻഡ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് പടമല്ല, ഫസ്റ്റും സെക്കൻഡും പോലെ അല്ല. ഇത് ഫുൾ ഓൺ ആക്ഷൻ ആണ്. നമുക്ക് ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഇല്ല. നമുക്ക് ഫസ്റ്റ് ഹാഫിലെ അറിയാം ആരാ ചെയ്തൊക്കെ, അവരെ എങ്ങനെ നശിപ്പിക്കണം, അതാണ് കഥ. ഫസ്റ്റ് ഹാഫ് ഫസ്റ്റും സെക്കൻഡും എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കില്ല, സസ്പെൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഫുൾ ഓൺ ആക്ഷൻ കിട്ടില്ല. സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിംഗ് ആയിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആണ്, പക്ഷെ സെക്കൻഡ് ഹാഫ് റൊമാൻറ്റിക് സീൻസ് ഒന്നും അത്ര വർക്കായില്ല. പക്ഷെ പടം ഒന്നും അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് കിട്ടില്ല. ഈച്ചയിൽ കണ്ട നാനിയൊന്നും അല്ല, വേറെ ലെവലാണ് പടം. കിട്ടില്ല. വയലൻസ് എന്ന് വെച്ചാൽ നമ്മൾ മാർക്കോയുടെ അപ്പുറമാണ്. കാരണം മാർക്കോയിൽ നമ്മളെ മൈൻഡ് ഫുള്ള് വയലൻസ് നമ്മൾ ഫുള്ളും ഉണ്ണിമുന്തിരി ഇടി മാത്രമേ കണ്ടോളൂ. ഒരു കഥയായിട്ട് അതിലൊന്നും ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ പടം. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഒരു നല്ലൊരു ക്രൈമാണ്. ഒരു അതിന്റെ ബാക്കിൽ കൂടെ പോയി അതിനങ്ങ് അറ്റെത്തി ക്രൈം അങ്ങ് അറ്റം വേറെ ലെവല് പടമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്റ്റോറിയാണ് അതിലുള്ളത്. പിന്നെ ക്ലൈമാക്സിൽ ഒരു ക്യാമിയോ ഉണ്ട്, നമ്മൾ ഒരു കിടിലൻ ക്യാമിയോ ആണ്, ഒരു സൂപ്പർ സ്റ്റാറിന്റെ ക്യാമിയോ ആണ്. ഇതിൽ പടം വേറെ ലെവലാണ്. നാനിയുടെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് ആക്ഷൻ പടം. നാച്ചുറൽ സ്റ്റാർ ആയിട്ടുള്ള ആക്ഷൻ സ്റ്റാർ ആയിട്ട് ഇത് നാച്ചുറൽ സ്റ്റാർ എന്ന പേര് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം കഴിഞ്ഞ പുള്ളിയുടെ പടങ്ങളെല്ലാം ആക്ഷൻ പടങ്ങളാണ്. പക്ഷേ ഈ പടം ആക്ഷൻ അങ്ങ് അറ്റം വെച്ചാൽ വേറെ ലെവലാണ്. ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർക്കോയും കാട്ടിൽ വയലൻസ് കൂടുതലാണ്. പുള്ളിക്ക് പേര് ടൈറ്റിൽ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എപ്പോഴേ മാറ്റണം, പിന്നെ അല്ല അറിയിക്കണം. ഇപ്പൊ അടുത്ത റെട്രോയുടെ കയറണം, എന്നാലേ എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാനിയുടെ എക്സ്പെക്ടേഷൻ കൊള്ളാം. പിന്നെ ഫസ്റ്റ് ഹാഫ് പടം കുഴപ്പമില്ല, നമ്മൾ കുറ്റം പറയാനുള്ള രീതിയിലൊന്നല്ല പടം പോയിട്ടുള്ളത്. പിന്നെ ആവറേജ് മൂവിയാണ് എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ. സെക്കൻഡ് ഹാഫ് വയലൻസ് ഉണ്ട്, നല്ല കട്ട വയലൻസ് ആയിരുന്നു. ആവറേജ് മൂവിയാണ്, കുഴപ്പമില്ലെന്ന് പറയാം, നമ്മൾ കുറ്റം പറയാനായിട്ടുമില്ല. ഞാനിയുടെ ഫൈറ്റിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ഡയലോഗ്സും എല്ലാമൊക്കെ കൊള്ളാം. നമുക്ക് അത്യാവശ്യം റൊമാൻസും അതിൽ കാണിക്കുന്നുണ്ട്. മിലിറ്ററി ഓഫ് പോലീസ് അർജുൻ സർക്കാർ ലെവല് അങ്ങനെ പറയാം. മാർക്കോ വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ പടം തുടങ്ങിയ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വയലൻസ് തുടങ്ങിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇത് പടം തുടങ്ങിയ ഫസ്റ്റ് ഹാഫ് തന്നെ ഒരു പകുതി ആകുമ്പോഴത്തേക്ക് കുറച്ച് വയലൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫാണ് ഏറ്റവും കൂടുതൽ വയലൻസ് എന്ന് പറയുന്നത്. എല്ലാം കൊള്ളാം. ഞാനിവിടെ സെറ്റ് കുഴപ്പമില്ല. പേര് മാറ്റുന്നു, നാച്ചുറൽ സ്റ്റാർ എന്നല്ലേ ഇനിയിപ്പോ ആക്ഷൻ സ്റ്റാർ എന്നൊക്കെ. ആക്ഷൻ സ്റ്റാർ എന്നാകണം. കൊള്ളാം കേട്ടോ, ചെറുക്കാൻ കൊള്ളാം. ചെറുക്കാൻ കുറച്ചുകൂടെ ബിൽഡപ്പ് കൂടെ വന്നിരുന്നെങ്കിൽ ഒന്നുകൂടെ പൊളിച്ചില്ലായിരുന്നു. എവിടെ നിന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അളിയൻ്റെ ഒരു വില്ലനായിട്ട് ഒരു ഫൈറ്റ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം പിന്നെ അല്ലാതെ അതിന് പറയുന്ന കാര്യമില്ലല്ലോ. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പോയി കാണണം, ഉറപ്പായിട്ടും കാണാം. പിന്നെ നമ്മൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഭാഷയെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അത്യാവശ്യമൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത സിനിമയ്ക്ക് ഞാൻ ഇംഗ്ലീഷിലായിരിക്കും, സൂര്യയുടെ പടത്തിന് ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ജേണലിലും കൂടെ ബന്ധപ്പെട്ട പടം ആയതുകൊണ്ട് കുറച്ച് ലാഗ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു തവണ പോലും അങ്ങനെ നമുക്ക് മടുപ്പിക്കുകയോ അങ്ങനെ ബോറടിക്കുകയോ ഒന്നും ചെയ്തില്ല. അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിരുന്നു അവസാനം വരെ. ലാസ്റ്റ് കുറച്ച് സർപ്രൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ചും കൂടെ ഒന്ന് പടത്തിനെ ഒന്ന് ബിൽഡപ്പ് ചെയ്തു. പിന്നെ ഓവറോൾ നാനി തന്നെയാണ് കൊണ്ടുവന്നത്. നാനി സിംഗിൾ ഹാൻഡഡ്ലി ഭയങ്കരമായിട്ട് പൊളിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് വേറെ ലെവൽ, രക്ഷയില്ല. കിടിലം പെർഫോമൻസ്, ഭയങ്കര റഫായിട്ട് ഭയങ്കര വയലന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. നന്നായിട്ടുണ്ട്, കിടിലം പെർഫോമൻസ്. ഫസ്റ്റ് സത്യം പറഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡ് ലോൺ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഫസ്റ്റ് സെക്കൻഡ് ഒന്നും കണ്ടില്ലെങ്കിൽ പോലും എല്ലാതരം പ്രേക്ഷകർക്കും ഒരു അങ്ങനെ ഹിറ്റിന്റെ മുമ്പത്തെ പാട്ട് കാണണമെന്നില്ല. ഇവർക്കൊരു സിംഗിൾ മൂവി ആയിട്ട് കാണാൻ പറ്റും. പേരും പ്ലോട്ടും മാത്രമേ ഉള്ളൂ. പ്രത്യേക കേസാണ്, പുതിയ കഥയാണ്.
പിന്നെ പഴയ പടത്തിലൊക്കെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ആ സിനിമയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാം, അതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിരിക്കും. പക്ഷെ നല്ല പടം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സിന് അടുത്ത് കുറച്ച് ക്ലീശയാണ്, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓക്കെ, പടം വാച്ചബിൾ എന്നല്ല, പടം അതിരടി മാസ് ആ ഒരു സംഭവത്തിൽ ആ ഒരു ജോണറിലേക്ക് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് മാർക്കോ. പക്ഷേ എനിക്ക് പേഴ്സണൽ ലെവലിൽ എനിക്ക് തോന്നിയത് മാർക്കോയുടെ കടത്തി വിട്ടിട്ടില്ല. പക്ഷേ നമ്പർ ഓഫ് സീൻസ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കോയെക്കാളും കൂടുതലാണ്. പിന്നെ ചില സീന് വയലൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിപ്പോയി. പടം കുഴപ്പമില്ല, നല്ല പടം. ഒരേ വയലൻസ് തന്നെ, ഒരേ വെട്ടും മുത്തും, അതാ കുഴപ്പമില്ല, ബോറില്ല. ഇല്ല മനസ്സിലാവുന്നുണ്ട്, ബോറില്ല. ഒരേ അടി വെട്ട് മുത്ത് അത് തന്നെ. നാനിയുടെ കഥാപാത്രം കൊള്ളാം, ബോറില്ല പടം കാണാൻ. തമിഴാണ് കണ്ടത്, ഡപ്പിങ് കുഴപ്പമില്ല, കറക്റ്റായിട്ടുണ്ട്. പടം കാണാൻ നല്ല പടം, കുഴപ്പമില്ല. നമുക്ക് ത്രില്ലടിപ്പിക്കുന്നുണ്ടോ പടം? അതോ ത്രില്ലൊക്കെ ഉണ്ട്. ഫസ്റ്റ് സെക്കൻഡ് ഷോക്കിന് വേറൊരു ജോണർ പടമാണ്, വയലൻസ് ഉണ്ട്, മെയിൻലി ഹോമിസൈഡ് ബേസ്ഡ് ഒക്കെ പടമാണ്. കുഴപ്പമില്ല. എങ്ങനെ നാനിയുടെ ഒക്കെ ഒരു ഞാനീൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ, ആവറേജ്.